ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ ഇതുവരേക്കും. ട്രേഡ് എന്താണെന്നും ട്രേഡിൻ്റെ ആവശ്യകത എന്താണെന്നും ആ ട്രേഡ് കൊണ്ടുള്ള നേട്ടം എന്തെല്ലാം സംഭവിച്ചുവെന്നും അത്തരത്തിലുള്ള ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ കഴിഞ്ഞില്ലേ. അപ്പം എങ്കിൽ ഇതിനെ സ്മൂത്തിയാക്കാനായിട്ട് ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ, ഒരു 3 രാജ്യങ്ങൾ, 4 രാജ്യം, അല്ലെങ്കിൽ പല രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിനെ ഈസി ആക്കാനായിട്ട്, സ്മൂത്തി ആക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂൾസ് എന്തെല്ലാമാണ്, എത്തരത്തിലാണ് അതിന് ചെയ്യാനായിട്ട് സാധിക്കുക, അതിൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ റോൾ എന്താണ് ഇക്കണോമിക് ഇൻ്റഗ്രേഷനിലൂടെ ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേർഡിനകത്ത് തന്നെയുണ്ട് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, പ്ലാൻ ടു ഇൻ്റഗ്രേറ്റ് ഡിഫറെൻറ്റ് കൺട്രീസ് in such a way that they can increase their economic development and economic growth. അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഗ്രോത്തും പോസിബിൾ ആവാൻ വേണ്ടി മാത്രമാണ് ഒരു ഇക്കണോമിക് ഇൻ്റഗ്രേഷനിലേക്ക് ഇവർ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് എന്താണ്? അത് 2 രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 3 രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ പല രാജ്യങ്ങൾ തമ്മിൽ, ഒരേ ഇതിലുള്ള രാജ്യങ്ങൾ തമ്മിൽ സ്വമേധയാ അവരുടെ വിത്തിൻ ദ ജോഗ്രഫിക്കൽ ഏരിയയിനകത്ത് നിന്നുകൊണ്ട് അവരൊരു കരാറിലേക്ക് എത്തുകയാണ്. ഓക്കെ, അവരൊരു ഫോമൽ എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ് ടു ഇൻ്റഗ്രേറ്റ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അല്ലേ? അപ്പോൾ പ്രോഡക്ട്സ് തമ്മിൽ അവർക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്താനായിട്ട് വളരെ ഈസി ആയിരിക്കും. മറ്റ് പല കണ്ടീഷൻസിനൊന്നും ഇതിനകത്ത് ബാധിക്കില്ല. ഇനി ജനങ്ങൾ തമ്മിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനായിട്ട്, പോകാനായിട്ട് സാധിക്കും, ക്യാപിറ്റലിന് പോകാനായിട്ട് സാധിക്കും. സോ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് വെയർ ബൈ കൺട്രീസ് കോപ്പറേറ്റ് വിത്ത് വൺ അനദർ ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ബാരിയേഴ്സ് ടു ദ ഇൻ്റർനാഷണൽ ഫ്ലോ ഓഫ് പ്രോഡക്ട്സ്, പീപ്പിൾ ഓർ ക്യാപിറ്റൽ. It occurs when 2 or more countries within a geographical region create a formal agreement to cooperate in ways that facilitate economic development and regional prosperity. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ പ്രധാനമായിട്ടും there are 2 approaches, 2 aspects for economic trade liberalization. അതല്ലെങ്കിൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 2 തരം അപ്രോച്ചസ് ആണ് നമുക്കുള്ളത്. So there are 2 approaches. There are 2 approaches to international trade liberalization and economic integration. എന്തെല്ലാമാണത്? One is they are the international approach and the regional approach. ഇന്റർനാഷണൽ അപ്രോച്ചിൽ നിന്നുകൊണ്ടും റീജിയണൽ അപ്രോച്ച് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. എന്താണ്? The international approach involves international conference under WTO. WTOയ്ക്ക് അകത്ത് നിൽക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസിലൂടെയാണ് ഇന്റർനാഷണൽ അപ്രോച്ചിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ പർപ്പസ്? The purpose of this international conference is to reduce barriers to international trade and investment. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് വാട്ട് ഇസ് ദ വേസ് ഇൻ വിച്ച് the international approach is possible by the way of economic integration? It can reduce the barriers to international trade and investment. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ്, അതായത് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇക്കണോമിക് ഇൻ്റഗ്രേഷനിനകത്താണെങ്കിൽ, ഇവർ തമ്മിൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ സാധ്യമാണെങ്കിൽ, ഒരു ഫോമൽ അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന ബാരിയേഴ്സ് എല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതുമൂലം എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് പോസിബിൾ ആവും. മറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു FDI, FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം സാധ്യമാകുമ്പോൾ ചെയ്യുമ്പോൾ അതിനൊരുപാട് കണ്ടീഷൻസും ഒരുപാട് ഫോർമാലിറ്റീസും ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊരു ഇക്കണോമിക് ഇൻ്റഗ്രേഷനിൽ സൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഫോമൽ അഗ്രിമെൻറ്റിൽ നിൽക്കുന്ന രാജ്യമാണെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഇവർ തമ്മിലൊരു ഭയങ്കര സഹോദര ബന്ധം ഉണ്ടായിരിക്കും, അല്ലേ? അതല്ലെങ്കിൽ എന്താണ്, ഇവർ തമ്മിൽ വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ഞാനിത് വളരെ നിങ്ങൾക്ക് സിമ്പിളാവാനായിട്ടാണ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു അഗ്രിമെൻറ്റും അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബാരിയേഴ്സ് കുറയ്ക്കാനായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനായിട്ടും സാധിക്കും. റീജിയണൽ അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്താണ്? ദ റീജിയണൽ അപ്രോച്ച് ഇൻവോൾവ്സ് അഗ്രിമെൻറ്റ്സ് എമംഗ് സ്മോൾ നമ്പർ ഓഫ് നേഷൻസ് ഹൂസ് പർപ്പസ് ഈസ് ടു എസ്റ്റാബ്ലിഷ് free trade among them while maintaining the barriers to trade with the rest of the world. ഫ്രീ ട്രേഡ് പോസിബിൾ ആക്കാൻ മാത്രമാണ് റീജിയണൽ അഗ്രിമെൻറ്റിലൂടെ സാധിക്കുന്നത്. Then, what are the advantages of economic integration? Economic integration's advantages എന്തെല്ലാമാണ്? Mainly, there are 2 advantages for economic integration. The one is trade creation, and another one is to create employment opportunities. There are 2 advantages for economic integration. One is trade creation and another is to create employment opportunities. എന്താണ് trade creation എന്ന് വെച്ചാൽ? The trade creation means the member countries have
It can wider selection of goods and services not previously available, acquire goods and services at a lower cost after trade barriers due to lower tariff or removal of tariffs, then encourage more trade between member countries. The balance of money spent from cheaper goods and services can be used to buy more products and services. പേടിക്കേണ്ട, എന്താ സാധനം? അതായത് ട്രേഡ് ക്രിയേഷൻ്റെ മീനിങ് എന്താണ്? അതായത് നമ്മളെന്താ പറഞ്ഞു വരുന്നത്? എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, മേന്മകൾ എന്തെല്ലാമാണ്, എന്തൊക്കെയാണ്? 2 മേന്മകളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? വൺ ഈസ് ടു ക്രിയേറ്റ് ട്രേഡ്, അതായത് ട്രേഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കുമ്പോൾ. മറ്റൊന്ന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? അതായത് അപ്പോൾ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇൻ്റഗ്രേഷനിലേക്ക് എത്തി എന്ന് വിചാരിക്കും. അപ്പം അതിനർത്ഥം എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിത് ചെയ്തത്? ട്രേഡ് റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ കുറയ്ക്കുകയാണ് അല്ലേ? നേരത്തെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു അല്ലേ? കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട്, അല്ലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ടൊക്കെ ഒരുപാട് ട്രേഡിന് മേലെ ഒരുപാട് ടാക്സും ഡ്യൂട്ടി എന്ന് പറയും നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട് ആ ഡ്യൂട്ടി നമ്മൾ കട്ട് ഷോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇല്ലായ്മ തന്നെ ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും കൂടിയിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളുടെ ട്രേഡ് വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അത് ചൈന കണ്ടപ്പോൾ ചൈന പറയാണ്, ഓക്കെ ഞാനും നിങ്ങളുടെ കൂടെ ചേരാനൊരു താല്പര്യമുണ്ട്, ഇതിൻ്റെ പ്രോഡക്ട്സിൻ്റെ മേലെ നമുക്ക് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എക്കണോമിക് ഇൻ്റഗ്രേഷൻ കുറച്ചും കൂടി വൈഡൻ ചെയ്തു അല്ലേ? നമ്മുടെ ട്രേഡ് ആരൊക്കെയായിട്ടായി? ചൈനയും ഇന്ത്യയും അമേരിക്കയുമായിട്ടായി. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? അതായത് ചൈനയ്ക്ക് എവിടെ വേണമെങ്കിലും വരാം, ഇന്ത്യക്ക് ചൈനയിലും അമേരിക്കയിലും പോയിട്ട് സുഖമായിട്ട് ട്രേഡ് നടത്തുന്നു. പോയിട്ടെന്നല്ല, അതായത് നമ്മളുടെ കുറേ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, പകരം നമ്മൾ ഇങ്ങോട്ടേക്ക് മേടിക്കുന്നു. അങ്ങനെ പലതരത്തിൽ. അത് ഇപ്പോൾ ഇതിനർത്ഥം എന്താണ്? നേരത്തെ നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് മാത്രം മേടിച്ചിരുന്ന സമയത്ത്, ഒരുപാട് ഡ്യൂട്ടീസ് കൊടുക്കുന്ന സമയത്ത്, ടാക്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ കുറച്ചേ മേടിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരുപാട് മേടിക്കുകയാണ്, ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വി ഹാവ് ടു ക്രിയേറ്റ് അവർ ട്രേഡ് അല്ലേ? നമ്മുടെ ട്രേഡിന് നമ്മൾ ഒത്തിരി ക്രിയേറ്റ് ചെയ്തു, അത് ട്രേഡ് ക്രിയേഷൻ. അപ്പോൾ അതെങ്ങനെയൊക്കെ സാധ്യമായത്? വൈഡർ സെലക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ? നേരത്തെ നമ്മൾ ഇലക്ട്രോണിക് ഗുഡ്സിൽ ഏതെങ്കിലും മൊബൈൽ ഫോൺ മാത്രമാണ് ചൈനയിൽ നിന്ന് മേടിച്ചത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മൊബൈൽ ഫോൺ മാത്രമല്ല, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട സർവ്വമാന സാധനങ്ങൾ നമ്മൾ മേടിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? എക്കണോമിക് ഇൻ്റഗ്രേഷൻ സാധ്യമായതുകൊണ്ടാണ്. ദെൻ ഇറ്റ് അക്വയർ ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ലോവർ കോസ്റ്റ്. അതായത് നേരത്തെ നമ്മൾ ഡ്യൂട്ടീസ് ഉണ്ടായതുകൊണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒത്തിരി ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? വളരെ കുറച്ച് സാധനങ്ങളെ മേടിച്ചിരുന്നുള്ളൂ. അതായത് ഡ്യൂട്ടീസ് വരുമ്പോൾ നമുക്കറിയാം അല്ലേ? ടാക്സ് ഉണ്ടാകുമ്പോഴത്തേനും ഈ പ്രോഡക്ട്സിൻ്റെ വില ഒത്തിരി കൂടിപ്പോകും. അപ്പോൾ വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഇൻ്റഗ്രേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വില കുറയുന്നു. അപ്പോൾ വില കുറയുമ്പോൾ വളരെ ഒരുപാട് കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. അപ്പോൾ ലോവർ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്നു. ദെൻ ഇറ്റ് എൻകറേജസ് മോർ ട്രേഡ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ്. അതായത് ഇവിടെ നമ്മൾ മെമ്പർ ആയിരുന്നു, നമ്മൾ ചൈനയായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു അല്ലേ? ഇങ്ങനെ ഒരുപാട് കാലം കഴിയുമ്പോഴേക്കും ഈ എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു യൂണിറ്റ് വൈഡൻ ചെയ്ത് വരുമ്പോഴത്തേനും ട്രേഡ് വളരെ സ്മൂത്തി ആവും. എക്കണോമിക് റിലേഷൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒരുപാട് കൂടും. നമുക്ക് ഇൻ്റർനാഷണലി ഒരുപാട് റിലേഷൻസ് ഉണ്ടാകുന്നു. തന്മൂലം ട്രേഡ് ക്രിയേഷൻ സാധ്യമാകുന്നു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ. ആൻഡ് വാട്ട് ഇസ് ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ? ദാറ്റ് ഈസ് ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നമുക്ക് സാധ്യമാകുന്നത് എക്കണോമിക് ഇൻ്റഗ്രേഷനിലൂടെയാണ്. ക്ലിയർ അല്ലേ? അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മളെന്താ പറയേണ്ടത്, ഇൻ്റഗ്രേഷൻ സാധ്യമാകുമ്പോൾ ജനങ്ങൾ, അതായത് എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് IT ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, വളരെ ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അമേരിക്കയിൽ പോകാനായിട്ട് ഞാൻ വില്ലിങ് ആവുന്നു, അല്ലെങ്കിൽ എനിക്ക് ചൈനയിലേക്ക് പോകണം, അമേരിക്കയിലേക്ക് പോകണം, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലേക്ക് എനിക്ക് പോകണം. അപ്പം അവരുമായിട്ട് നമ്മുടെ രാജ്യത്തിന് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇൻ്റഗ്രേഷനിലുള്ളതാണെങ്കിൽ എനിക്ക് ഇത്തിരി കൂടി പോസിബിളാണ് എന്താണ് പോകാനുള്ള ഇത് വളരെ കൂടുതൽ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുന്നു. ഇതൊരു വശം കേട്ടോ. അടുത്തൊരു വശം എന്താണ്? മറ്റൊരു വശം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനൊരു ഇൻ്റഗ്രേഷനിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? നേരത്തെ ഞാൻ പറഞ്ഞു മൊബൈൽ ഫോൺ ചൈനയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു അല്ലേ? ചൈനയിൽ നിന്ന് മൊബൈൽ ഫോൺസ് നമ്മൾ ഒത്തിരി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും പകരം നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് മാത്രം ചീപ്പിൽ കൊണ്ടുവരാമല്ലോ. അതായത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ളൊരു, ഇപ്പോൾ സാംസങ്, അതിലോ വേറൊരു നോക്കിയ, ഇന്ത്യയുടെ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ആയിക്കോട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ, അതല്ലെങ്കിൽ
ഏറ്റവും കൂടുതൽ ടോയ്സ് എടുക്കാം. ടോയ്സ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ടോയ്സ്, നിങ്ങളാരെങ്കിലും ടോയ്സ് മേടിക്കാൻ പോയിട്ടുണ്ടോ? നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് ടോയ്സിന് വളരെ റേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ കടക്കാരൻ എന്ത് പറഞ്ഞു, നമ്മൾ ചൈനയിൽ നിന്ന് ഈ സാധനങ്ങളൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. ടീച്ചർക്ക് ഉണ്ടായൊരു അനുഭവമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താണ്, നേരത്തെ മേടിച്ചിരുന്ന സാധനങ്ങൾ വളരെ ചീപ്പിൽ കിട്ടിയിരുന്നതെല്ലാം ഭയങ്കര വില കൂടുതലായി. അതായത് നമ്മളിവിടെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്, വളരെ ഹൈ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചീപ്പിൽ നമുക്ക് കിട്ടുകയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു സാധനങ്ങൾ. അപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ചൈനയിൽ നിന്ന് കൊണ്ടുവരണ്ട, നമുക്ക് നമ്മുടെ ഇവിടെ ടെക്നിക്കൽ നോ ഹൗ ഉണ്ടല്ലോ, അതെങ്കിൽ നമ്മളുടെ ബ്രെയിൻ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കതിന് പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല, കാരണം നമ്മൾ ഒരു അഗ്രറിയൻ ഇക്കോണമിയാണ്. അപ്പം നമുക്ക് കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെക്കാട്ടിൽ കൂടുതൽ അതെങ്ങനെ ചെയ്യാന്നുള്ള മൈൻഡുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ചൈനയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും പാർട്സുകൾ മാത്രം മേടിക്കാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ ബിൽഡ് ചെയ്യാണ്, ഒരു ഫൈനൽ പ്രോഡക്ട്സിലേക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്, ഇവിടെ ഇപ്പോൾ ഞാൻ എന്ന ഇലക്ട്രീഷ്യൻ ഒരു പണിയില്ലാണ്ടിരിക്കുക, എനിക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം, പക്ഷേ ഇത് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. പകരം ഇങ്ങനെ കുറേ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഇന്ത്യ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ എന്നെ പോലെയുള്ള ഒരുപാട് ഇലക്ട്രീഷ്യൻസ് ഞാൻ പറയുകയാണ്, ഓക്കെ, എനിക്കൊരു പണിയില്ലാണ്ടിരിക്കുകയായിരുന്നല്ലോ, എനിക്ക് സാധനങ്ങളില്ലാത്ത പ്രശ്നമായിരുന്നു, സാധനങ്ങൾ കിട്ടി, ഓക്കെ, ഞാൻ നേരിട്ട് വന്ന് ഞാൻ നിങ്ങളവിടെ പണിയെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ജോബ് കിട്ടുന്നു. അപ്പോൾ നോക്കി, എന്നെ പോലുള്ള ഒരുപാട് ഇലക്ട്രീഷ്യൻസിന് ഇത് വന്നു അല്ലേ. ഇനി ഇത് വെറുതെ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഇതിന് നല്ലൊരു ബിൽഡിങ് വേണം ഇത് പണിയാനായിട്ട്. അപ്പോൾ നമ്മളോട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഇത് പണിയാനുള്ള വേറെ പണിക്കാർക്ക്, വേറെ ജോബ് സീക്കേഴ്സിന് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയും എന്ത് ചെയ്യാം, എംപ്ലോയ്മെൻറ്റ് വൈഡൻ ചെയ്യാനായിട്ട് ഉള്ള പോസിബിലിറ്റീസ് ഇതിനകത്തുണ്ട്. അപ്പോൾ സോ ദർ ആർ ടു അഡ്വാൻറ്റേജ് ഫോർ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. വൺ ഈസ് ട്രേഡ് ക്രിയേഷൻ ആൻഡ് അനദർ ഈസ് ടു ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പം ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. നമുക്ക് അഡ്വാൻറ്റേജ് മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലേ. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ? ദ ക്രിയേഷൻ ഓഫ് ട്രേഡിംഗ് ബ്ലോക്സ്. ഈ ട്രേഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുമ്പോൾ എന്താ അതിൻ്റെ പ്രശ്നം എന്താണ്? ഇറ്റ് ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ ട്രേഡ് ബാരിയേഴ്സ് അഗെയിൻസ്റ്റ് നോൺ മെമ്പർ കൺട്രീസ്. അതായത് നമ്മളിപ്പോൾ ട്രേഡ് ഉണ്ടാക്കിയത് ആരൊക്കെ ആയിട്ടാണ്? ABCD എന്ന് പറയുന്ന 4 രാജ്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഇന്ത്യയും അമേരിക്കയും ചൈനയും കൂടിയിട്ടാണ് ട്രേഡ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവരുമായിട്ട് ട്രേഡ് ചെയ്യാൻ സ്മൂത്തി ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ഇല്ലാത്ത നോൺ മെമ്പർ കൺട്രി, ഇപ്പോൾ ഒരു D എന്ന് പറയുന്ന നമ്മുടെ രാജ്യം വരുമ്പോഴത്തേനും എന്തായിരിക്കും, ആ നോൺ മെമ്പർ കൺട്രിക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും എന്താണ് ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ട്രേഡ് ഡൈവേർഷൻ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു 2 അഡ്വാൻറ്റേജാണ്, ട്രേഡ് ക്രിയേഷനും എന്താണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ട്രേഡ് ഡൈവേർഷൻ. ട്രേഡ് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് എന്താണ്? ബിക്കോസ് ഓഫ് ട്രേഡ് ബാരിയേഴ്സ്, trade is diverted from a non-member country to a member country despite the inefficiency in cost. For example, a country has to stop trading with a low-cost manufacturer in a non-member country and trade with a member manufacturer in a member country which has a higher cost. Okay. അപ്പോൾ ട്രേഡ് ഡൈവേർഷൻ നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ, നമ്മൾ ഏതാണ് 3rd or 4th മൊഡ്യൂൾ നമ്മൾ കണ്ടതാണ് അല്ലേ. ദെൻ നാഷണൽ സോവറിനിറ്റി. It requires member countries to give up some degree of control over key policies like trade, monetary and fiscal policies. So the higher the level of integration, higher the degree of controls that needs to be given up, particularly in the case of a political union, economic integration which requires nations to give up a high degree of sovereignty. Next one, economic effects of economic integration. അപ്പം ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താ നമ്മൾ കണ്ടു, അതായത് ഇറ്റ്സ് എ പ്രോസസ് whereby the nations are integrating with a formal agreement in a geographical area. Okay. Then economic effects of അടുത്ത് നമ്മൾ എന്താ കണ്ടത്, what are the advantages of economic integration കണ്ടു, then disadvantages കണ്ടു. ഇനി ഇത് യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ദ ഇക്കണോമിക് ഇഫക്ട്സ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ 4 രാജ്യങ്ങളോ 3 രാജ്യങ്ങളോ വാട്ടെവർ രാജ്യങ്ങൾ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്കണോമിക് സൈഡ് എന്താണെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ദർ ആർ 2 ഇഫക്ട്സ് ഫോർ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. The one effect is static effect and the second effect is dynamic effect. So there are 2 effects of two effects for economic integration. One is static effect and the one is dynamic effects. ഇനി
സ്റ്റാറ്റിക് ഇഫക്റ്റ് ഈസ് എ ഷോർട്ട് ടേം ഇഫക്റ്റ്. അതായത് അധികം കാലമൊന്നും നീണ്ടു നിൽക്കാത്ത ഇഫക്റ്റാണ് സ്റ്റാറ്റിക് ഇഫക്റ്റ്. പക്ഷേ ഡൈനാമിക് ഇഫക്റ്റോ ഇറ്റ് വിൽ ബി എ ലോങ് ടേം ഇഫക്റ്റാണ്. വളരെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ഇഫക്റ്റാണ്. അതായത് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? അനന്തരഫലം അല്ലേ? ഇത് ട്രേഡിൻ്റെ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട് ആ രാജ്യത്തെ ട്രേഡ് മോശമായോ, ട്രേഡ് നന്നായാലും മോശമായാലും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാലും കുറഞ്ഞാലും, ഇനി അതല്ല മറ്റു എന്ത് സംഭവിച്ചാലും ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഇതിനെ ബാധിക്കാം. സ്റ്റാറ്റിക് ആയിട്ടും ബാധിക്കാം, ഡൈനാമിക് ആയിട്ടും ബാധിക്കാം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ട്രേഡ് കൂടിയാലും കുറഞ്ഞ പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവ് ഇഫക്റ്റ് ആണെങ്കിലും അത് കുറച്ചു കാലം മാത്രം നിന്നിട്ട് ആ ഇക്കോണമി വീണ്ടും ഓവർകം ചെയ്യുന്ന ഇഫക്റ്റ് ഉണ്ടായിരിക്കാം. ഇനി നല്ലതാണെങ്കിലും കുറച്ചു കാലം മാത്രം നിന്നിട്ട് വീണ്ടും ബാഡ് സംഭവിക്കാൻ, നെഗറ്റീവ് സംഭവിക്കാനുള്ള കാര്യം ഉണ്ടായിരിക്കാം. അല്ലെങ്കിലോ ഒരു ലോങ് ടൈമിൽ ഒരു 10-15 കൊല്ലത്തോളം ഇതിൻ്റെ ഇഫക്റ്റോട് കൂടിയിട്ട് നടക്കാനും ചാൻസ് ഉണ്ട്. ഇഫക്റ്റോട് കൂടിയിട്ട് ആ ഇക്കോണമിക്കുള്ള ആ ഇഫക്റ്റ് നിലനിൽക്കാനും കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കാനും ചാൻസ് ഉണ്ട്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ആർ സ്റ്റാറ്റിക് ഇഫക്ട്സ്? ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഇഫക്ട്സ്. ദാറ്റ് ഈസ് ഷിഫ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സ്റ്റാറ്റിക് ഇഫക്റ്റിൽ ഷോർട്ട് ടേം ഇഫക്റ്റ് എന്താണ്? ദർ ആർ ടു ഇഫക്ട്സ്. വൺ ഈസ് ട്രേഡ് ക്രിയേഷൻ ആൻഡ് അനദർ വൺ ഈസ് trade diversion. So short term effects can be categorized into two. One is trade creation and another is trade diversion. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ട്രേഡ് ക്രിയേഷൻ എന്ന് വെച്ചാൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട് നമുക്ക് ട്രേഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ ഷിഫ്റ്റ്സ് ടു മോർ എഫിഷ്യൻറ്റ് മെമ്പർ കൺട്രീസ് ഫ്രം ഇൻഎഫിഷ്യൻറ്റ് ഡൊമസ്റ്റിക് ഓർ ഔട്ട്സൈഡ് കൺട്രീസ്. ദെൻ ട്രേഡ് ഡൈവേർഷൻ എന്തായിരിക്കും? പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ടു ഇൻഎഫിഷ്യൻറ്റ് മെമ്പർ കൺട്രീസ് ഫ്രം മോർ എഫിഷ്യൻറ്റ് ഔട്ട്സൈഡേഴ്സ്. നമുക്ക് മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടെ പറയാം. അതായത് ഷോർട്ട് ടേം ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ സാധനം വേറെ രാജ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതായത് മൊബൈൽ ഫോൺ നമ്മൾ മുഴുവനായിട്ട് ചൈനയിൽ നിന്ന് മേടിക്കുകയായിരുന്നു അല്ലേ? നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ. പകരം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? അതിന് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ പാർട്സൊക്കെ കിട്ടിയാൽ മതി. നമ്മളിവിടെ വന്ന് ഭംഗിയാക്കിയിട്ട് അതെന്ത് ചെയ്യാം? അത് കോർഡിനേറ്റ് ചെയ്ത് നല്ല ലെവലാക്കിയിട്ട് ഉപയോഗിക്കാനാവുന്ന രീതിയിലുള്ള ഫിനിഷ് പ്രോഡക്റ്റ്സ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ വിപണിയിൽ, നമ്മുടെ മാർക്കറ്റിൽ ഉടനെ വിറ്റോളാം. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് ജോലി സാധ്യതകൾ കിട്ടും. ടെക്നോളജിക്കൽ നോ ഹൗ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ റോ മെറ്റീരിയലായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ചൈനയിൽ എല്ലാ പ്രൊഡക്ഷനും സംഭവിച്ചിരുന്ന ഇതേ സാധനം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ എൻറ്റയർലി ഷിഫ്റ്റ് ഫ്രം ചൈന ടു ഇന്ത്യ അല്ലേ? ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറുന്നു. ഇത് ഞാൻ എന്ത് പറയാം? ട്രേഡ് ക്രിയേഷൻ. അതായത് ഒരുപാട് ട്രേഡ് ഉണ്ടാവുന്നു. ഓക്കെ. ഇനി വേറൊരു തമാശ ഉള്ളതിനകത്ത് എന്താണ്? നമുക്ക് ഇവിടെ വിറ്റഴിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നാലും ഇവിടെ വിൽക്കണം മാത്രമല്ല, നമുക്ക് നമ്മളുടെ ടെക്നോളജിക്കൽ നോ ഹൗ കിട്ടി ഇന്ത്യയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം? വേറെ രാജ്യത്തിലേക്ക് കയറ്റുമതിയും ചെയ്യാമല്ലോ. ഓക്കെ. സോ ദാറ്റ് ഈസ് ട്രേഡ് ക്രിയേഷൻ. ആൻഡ് ട്രേഡ് ഡൈവേർഷൻ എന്താണ്? ദ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ടു ഇൻഎഫിഷ്യൻറ്റ് മെമ്പർ കൺട്രീസ് ഫ്രം മോർ എഫിഷ്യൻറ്റ് ഔട്ട്സൈഡേഴ്സ്. അതായത് നമ്മുടെ മെമ്പർ കൺട്രി ഇപ്പോൾ ആരൊക്കെയാണ്? ഇന്ത്യ, അമേരിക്ക, ചൈന. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് എന്ത് തോന്നി? എന്താണ്, അമേരിക്ക അഗ്രികൾച്ചർ പ്രോഡക്ട്സ് കൊടുക്കാൻ പോരാ, അതായത് ഇൻഎഫിഷ്യൻ്റ് ആണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് പറയാണ്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്സൈഡ് കൺട്രി ഉണ്ട്. നമ്മുടെ ഡി എന്ന് പറയുന്ന രാജ്യമുണ്ട് അല്ലേ? ഇനി പാകിസ്ഥാൻ എന്ന് വിചാരിക്കും. ഈ പാകിസ്ഥാനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് കയറ്റുമതി ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ട്രേഡ് നമ്മൾ അഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്? ട്രേഡ് ABC ഒതുക്കുകയാണ്. അതായത് ഇന്ത്യയും ചൈനയും അമേരിക്കയും ട്രേഡ്, ഈ ത്രികോണം പോലെ നമ്മൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാന് സാധനങ്ങൾ കൊടുക്കാൻ പോവാ. എന്തുകൊണ്ട്? ഇവർ ഇൻഎഫിഷ്യൻ്റ് ആണ്, ഇവർ അത്രയും തരണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇവരേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ട്രേഡ് ഇങ്ങോട്ടേക്ക് ത്രികോണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രേഡിനെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ്. സോ ദിസ് ആർ ദ ടു ഇഫക്ട്സ് ഫോർ ഷോർട്ട് ടൈം ഇഫക്റ്റ്. അതായത് ഷോർട്ട് ടൈമിൽ എന്ത് സംഭവിക്കും? അത് പക്ഷേ ലോങ് ടേം നിലനിൽക്കുന്നത് ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം കുറേ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ആകുമ്പോൾ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കിയത് യൂസ്ഫുൾ ആവത്തില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവർ പറയുകയാണ്, അയ്യോ അങ്ങനെയാണ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആവശ്യമില്ല എന്നും പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഓക്കെ, നമ്മൾ തിരിച്ച് നമ്മുടെ ഈ ത്രികോണത്തിലേക്ക് തന്നെ വരികയാണ് അല്ലേ? ഈ ട്രയാങ്കിളിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ലോങ് ടേം ഇഫക്റ്റ് അല്ല, അതൊരു കുറച്ച് കാലത്തേക്ക് മാത്രം ട്രേഡ് ഡൈവേർഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. So short-term effects are trade creation and trade diversion. And what is the long-term effect? That is the dynamic effects. ഇനി ഡൈനാമിക് ഇഫക്ട്സ് ഏതൊക്കെയാണ്?
കോസ്റ്റ് റിഡക്ഷൻ ഡ്യൂ ടു ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് റിഡക്ഷൻ ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ഈസ് ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ലെവൽസ് എന്ത്? ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അതായത് പൊതുവെ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താ നമുക്കറിയാം. ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലേക്ക് നമ്മൾ കുറേ രാജ്യങ്ങൾ തമ്മിലെത്തുകയാണ്. എന്തിനു വേണ്ടി? ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇക്കണോമിക് ഗ്രോത്തും പോസിബിൾ ആവാൻ വേണ്ടി. അതിൻ്റെ ഫലമായിട്ട് എന്തെല്ലാം സംഭവിക്കാം? ട്രേഡ് ക്രിയേഷൻ ഉണ്ടാവാം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടാം. ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജ് നമുക്ക് ട്രേഡ് ക്രിയേഷൻ തന്നെ പറയാൻ പറ്റും. പിന്നെന്താണ് ഡിസഡ്വാൻറ്റേജസ് തന്നെ ട്രേഡ് ഡൈവേർഷൻ ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇതിൻ്റെ ഇക്കണോമിക് ഇഫക്ട്സിനെ ആണെങ്കിൽ നമുക്ക് ഡൈനാമിക് ഇഫക്റ്റ് എന്നും സ്റ്റാറ്റിക് ഇഫക്റ്റ് എന്നും രണ്ടായി തരംതിരിക്കാം. ഇനി സ്റ്റാറ്റിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടേം ആയിട്ട് കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്ന ഇഫക്റ്റാണ്. അതിൽ ട്രേഡ് ക്രിയേഷൻ, ട്രേഡ് ഡൈവേർഷൻ വീണ്ടും വരുന്നു. ഡൈനാമിക് ഇഫക്ട്സ് എന്ന് പറയുന്നത് ലോങ് ടേം ഇഫക്റ്റാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കോസ്റ്റ് കുറയാണ്. എന്തൊക്കെ ഫലമായിട്ട്? ഇക്കോണമീസ് സ്കെയിൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടും കോമ്പറ്റീഷൻ കൂടുന്നതിൻ്റെ ഫലമായിട്ടും. ഇത്രയല്ലേ പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. വെരി 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 ഇമ്പോർട്ടൻ്റ് ഏരിയ. വാട്ട് ആർ ദ ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ? There are 6 levels for economic integration. What are 6 levels of economic integration? ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ഉണ്ടാക്കുകയാണ്. ദെൻ ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ടാക്കുന്നു, കസ്റ്റംസ് യൂണിയൻ ഉണ്ടാക്കുന്നു, കോമൺ മാർക്കറ്റായി മാറുന്നു, പിന്നെ അത് ഇക്കണോമിക് യൂണിയനായിട്ട് മാറുന്നു, ദെൻ പൊളിറ്റിക്കൽ യൂണിയൻ ഉണ്ടാകുന്നു. So these are the 6 aspects for the levels of economic integration. One is preferential trade area, free trade area, customs union, common market, economic union and political union. എന്തെല്ലാമാണെന്ന് നോക്കാം. എന്താണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് വെച്ചാൽ? പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ് പ്രൊവൈഡ് ലോവർ ബാരിയേഴ്സ് ഓൺ ട്രേഡ് എമംഗ് പാർട്ടിസിപ്പേറ്റിംഗ് നേഷൻസ് ദാൻ ഓൺ ട്രേഡ് വിത്ത് നോൺ മെമ്പർ നേഷൻസ്. ദാറ്റ് ഈസ് ലോവർ ടാരിഫ്സ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് ഈച്ച് അതർ. This is the lowest form of economic integration. A good example is the Commonwealth preference system, which was established in ഓരോന്നിനും എക്സാമ്പിൾ ഉണ്ടായിരിക്കും, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. In 1932 among 48 Commonwealth countries of the British Empire. ഓക്കെ, അത് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് ലെവൽ. അതായത് പെട്ടെന്നാണോ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആയി മാറിയത്? അല്ല, ആദ്യം ഇതെന്തായിരുന്നു? പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആയിരുന്നു. എന്താണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് വെച്ചാൽ? ഇമ്പോർട്ട് ടാരിഫിനെ കുറയ്ക്കുക. ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ടാരിഫ് കുറയ്ക്കാൻ എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ അഗ്രിമെൻറ്റ്. അങ്ങനെയാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ വരുന്നത്. ദെൻ അതെന്താണ്? ഫ്രീ ട്രേഡ് ഏരിയ ആയിട്ട് മാറുന്നത്. അതെന്താ? ഇറ്റ്സ് എ ഫോം ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ വേർ ഇൻ ഓൾ ബാരിയേഴ്സ് ഓൺ ട്രേഡ് എമംഗ് മെമ്പർ കൺട്രീസ് ആർ റിമൂവ്ഡ്. But each nation retains its own barriers on trade with the non-member countries. എന്ന് വെച്ചാൽ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് വെച്ചാൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഈ അഗ്രിമെൻറ്റിനകത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാവിധ ടാക്സസും അല്ലെങ്കിൽ ബാരിയറും വെട്ടിക്കുറയ്ക്കുക, ഇല്ലായ്മ ചെയ്യുക. അത് റിമൂവ് ചെയ്തിട്ട് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓരോ രാജ്യത്തിൻ്റെയും സ്വന്തമായിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഈ രാജ്യത്തിൻ്റെ ആരുമായിട്ട്? നോൺ മെമ്പർ കൺട്രി ആയിട്ട്. ഒന്ന് പറയാം, നമ്മുടെ ട്രേഡിൽ തന്നെ വരാം. അതായത് ABCD എന്ന് പറയുന്ന രാജ്യം, ABC എന്ന രാജ്യവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്കണോമിക് ഇൻ്റഗ്രേഷനിലേക്ക് എത്തി. അതായത് ഇപ്പോൾ നമുക്ക് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ പറയാൻ പറ്റില്ല, ഫ്രീ ട്രേഡ് ഏരിയയിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഫ്രീ ട്രേഡ് ഏരിയ ഏതാ? ചൈനയും ഇന്ത്യയും അമേരിക്കയുമായിട്ടാണ് ഫ്രീ ട്രേഡ് നടത്താൻ പറ്റുള്ളൂ. പാകിസ്ഥാനിലേക്ക് ട്രേഡ് നടത്തുമ്പോൾ നമ്മൾ എന്ത് പറയുകയാണ്? നിങ്ങൾക്ക് ടാക്സ് ഉണ്ട്. പാകിസ്ഥാനിലേക്ക് ഞാനിത് നമ്മളിവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ ഞാൻ പാകിസ്ഥാനിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ്, ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? 100 രൂപ അല്ലെങ്കിൽ ഇത്രയും പ്രോഡക്റ്റ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും രൂപ അധികം തരണം, ഇതാണ് നിങ്ങളുടെ ടാക്സ് എന്ന് പറയുകയാണ്. മറിച്ച് ഇതേ സാധനം നമ്മുടെ ഈ ട്രയാങ്കിളിനകത്തുള്ള ഈ എന്താ പറയേണ്ടത്, ഞാൻ കാണിച്ചു. അതായത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ചൈനയിലേക്കോ അല്ലെങ്കിൽ ചൈന ഇവിടേക്ക് പോകുമ്പോൾ ഇങ്ങനെ ട്രേഡ് നടത്തുമ്പോൾ കുഴപ്പമില്ല. ഇത് പലതരത്തിലാവാം കേട്ടോ. ഇവർക്ക് എന്താണ്? സീറോ ബാരിയേഴ്സാണ്, സീറോ ടാക്സാണ്, സീറോ ട്രേഡ്, സീറോ ബാരിയേഴ്സാണ്. മറിച്ച് ഇന്ത്യ വിചാരിക്കുകയാണ്, ഞാൻ കുറേ മൊബൈൽ ഫോൺസ് ഉണ്ടാക്കി ചൈനയിൽ നിന്നും കൊണ്ടുവന്നിട്ട്, റോ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട്, എന്നിട്ട് ഞാൻ ആർക്കാണ് കൊടുക്കാൻ പോണേ? ഞാൻ പാകിസ്ഥാന് കൊടുക്കാൻ പോവാം. പാകിസ്ഥാന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു? നമ്മളുടെ മുതൽ മുടക്ക് പ്ലസ്
നമ്മുടെ പ്രൈസ് പ്ലസ് നമ്മുടെ ടാരിഫും ഉണ്ടാവും. അവരുമായിട്ട് ടാരിഫിൽ യാതൊരു കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ളവരുമായിട്ടുള്ള ടാരിഫിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. അടുത്തതാണ് കസ്റ്റംസ് യൂണിയൻ. അപ്പോൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്മെൻറ്റ് വരും. എന്താ നോക്കിക്കേ, ഇറ്റ് ഇസ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more countries to remove tariffs between themselves and set a common external tariff on imports from non-member countries. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, so it's an agreement between 2 or more countries to remove tariffs between themselves and set a common external tariff on imports from non-member countries. അതായത് ചുരുക്കി പറയാം, അതായത് എന്താണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ 3 രാജ്യങ്ങളും തമ്മിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ടാരിഫുകൾ അല്ലെങ്കിൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബാരിയേഴ്സിനെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുകയും പകരം നമുക്ക് 3 പേർക്കും ഇണങ്ങുന്ന രീതിയിലുള്ളൊരു പുതിയ പോളിസി അല്ലെങ്കിൽ പുതിയൊരു ടാരിഫ് കൊണ്ടുവരികയും ചെയ്യുകയാണ് കസ്റ്റംസ് യൂണിയനിലൂടെ സാധ്യമാണ്. ദെൻ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് കോമൺ മാർക്കറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കസ്റ്റംസ് യൂണിയൻ്റെ എല്ലാ ഫീച്ചേഴ്സും, അതായത് ഈ പറഞ്ഞ പോലെ ഉള്ള ഫീച്ചേഴ്സും ഇതിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾ നോക്കണം കേട്ടോ, നിങ്ങളുടെ നോട്ട്സിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതിനകത്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, കസ്റ്റംസ് യൂണിയൻ്റെ എല്ലാ തരം ഫീച്ചേഴ്സും പ്ലസ് ഇവിടെ എന്താ ഇത്, ഇറ്റ് അലൗ ഫ്രീ മൊബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് മെമ്പർ കൺട്രി. അപ്പോൾ മെമ്പർ കൺട്രിയിലൂടെ എത്ര ക്യാപിറ്റൽ ലേബർ വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. It's an agreement between 2 or more countries to remove all barriers to trade. അത് എന്താണ് ശരിക്കും കസ്റ്റംസ് യൂണിയൻ്റെ പ്രത്യേകതയാണ്. എല്ലാ ബാരിയേഴ്സും റിമൂവ് ചെയ്ത് പുതിയൊരു സാധനം കൊണ്ടുവരും. അപ്പോൾ പുതിയ സാധനം കൊണ്ടുവരുന്നതിന് പകരം ഇവരെന്താ പറയുന്നത്, കോമൺ മാർക്കറ്റ് ആകുമ്പോൾ ഇറ്റ് അലൗ ഫ്രീ മൊബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് മെമ്പർ കൺട്രി. മെമ്പർ കൺട്രിയിലുടനീളം നമുക്ക് ഫ്രീ ആയിട്ട് മൊബിലൈസേഷൻ നടത്താനായിട്ട് സാധിക്കും. ഫ്രീ മൊബിലിറ്റി ഉണ്ട്. സോ ഇറ്റ് ഹാർമണൈസസ് ട്രേഡ് വിത്ത് പോളിസീസ് ബൈ ഹാവിങ് കോമൺ എക്സ്റ്റേണൽ ടാരിഫ് അഗെയിൻസ്റ്റ് നോൺ മെമ്പേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇക്കണോമിക് യൂണിയനും. അതായത് മുൻപ് ഇക്കണോമിക് യൂണിയൻ പറഞ്ഞിരുന്നൊരു പേരാണ് എന്താണ്, യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇക്കണോമിക് യൂണിയൻ. എന്താണ് ഇക്കണോമിക് യൂണിയൻ? ഇറ്റ്സ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more countries to remove barriers to trade, allow free flow of labor and capital and coordinate economic policies. ഇന്ന് എന്താ മനസ്സിലായത്? ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത് എന്തിൻ്റെ എല്ലാം ഇതാണ്, കസ്റ്റംസ് യൂണിയൻ പ്ലസ് കോമൺ മാർക്കറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇക്കണോമിക് യൂണിയൻ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. സോ ഇക്കണോമിക് യൂണിയൻ മീൻസ് ഇറ്റ്സ് എൻ അഗ്രിമെൻറ്റ്, അതായത് 2 or more countries തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. അവിടെ ഫ്രീ ഫ്ലോ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഉണ്ട്, റിമൂവ് ഓൾ ബാരിയേഴ്സ് ഓഫ് ട്രേഡ് ഉണ്ട്. അതിൻ്റെ ഒപ്പം എന്തുണ്ട്, ഇറ്റ് വിൽ കോർഡിനേറ്റ് ഇക്കണോമിക് പോളിസീസ്. ഓക്കെ. Next is political union. This is last level of economic integration. It is an agreement between 2 or more countries to coordinate their economic, monetary and political system required to accept a common stance on economic and political policies against non-members. Okay, that is political union. Next is customs union. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കസ്റ്റംസ് യൂണിയൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വാട്ട് ആർ ദ തിയറീസ് ഓഫ് കസ്റ്റംസ് യൂണിയൻ? കസ്റ്റംസ് യൂണിയൻ്റെ തിയറീസ് തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? Customs unions eliminates barriers to trade between members, which is assumed to provide a considerable incentive to increase trade between members and to reduce trade between members and non-members. Okay, നമ്മൾ നേരത്തെ പറഞ്ഞതാ, creation of customs union with a common external tariffs will further alter the existing pattern of trade flows. So the assumption is that before the union, members imposed differential tariffs on different countries to protect their own industries. Once a union is created, members agree to eliminate tariffs between themselves. The effect of this is that facing lower priced zero tariff imports from members, consumers increase their demand for these goods and new trade will be created. There is a process is called trade creation. It's very, very, very important. There are 2 aspects for customs union. Customs union 2 aspects ആണുള്ളത്. One is theory of trade creation. Another one is the theory of trade diversion. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു അല്ലേ, ട്രേഡ് ക്രിയേഷനും ട്രേഡ് ഡൈവേർഷനുമാണ് യഥാർത്ഥത്തിലൊരു ഇഫക്റ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒത്തിരി അനദർ ഇഫക്ട്സുകൾ ഉണ്ട്. ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ട്രേഡ് ക്രിയേഷനും ട്രേഡ് ഡൈവേർഷനുമാണ്. എങ്കിലും ഒരു കസ്റ്റംസ് യൂണിയൻ്റെ ഫലമായിട്ട് ഉള്ള ട്രേഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം?
അതിനർത്ഥം മറ്റൊന്നുമല്ല, ഫേസിങ് ലോവർ പ്രൈസ്ഡ് സീറോ ടാരിഫ് ഇമ്പോർട്ട്സ് ഫ്രം മെമ്പർ, അതായത് ഇറ്റ്സ് എ ഷിഫ്റ്റ് ഫ്രം ഇമ്പോർട്ട്സ് ഫ്രം മെമ്പർ കൺട്രീസ് and to a process consumers increase their demand for these goods and new trade will be created. അതായത് ഇമ്പോർട്ട്സ് ഫ്രം, അതായത് സീറോ ടാരിഫുള്ള, അതല്ലെങ്കിൽ വളരെ ചെറിയ വിലയുള്ള, ചെറിയ പ്രൈസുള്ള ഒരു രാജ്യത്തിൽ നിന്ന് മേടിക്കുന്നതാണ്. അങ്ങനെ മേടിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു ട്രേഡ് ക്രിയേഷനാണ്. ആ രാജ്യത്ത് നമ്മൾ മേടിക്കുന്നത്. That is, the terms of trade creation and trade diversion are closely associated with the Chicago School of Economics. Okay, this is കണ്ടുപിടിച്ചതാരാണ്? പ്രൊഫസർ ജാക്കബ് വൈനർ. ഓക്കെ, നമുക്ക് എന്താണെന്നുള്ളത് ഫർദറായിട്ട് പറയാം കേട്ടോ. ഓക്കെ, ദ ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻ. എന്താണ് ട്രേഡ് ക്രിയേഷൻ എന്ന് നോക്കാം. The static partial equilibrium effects of forming a customs union are measured in terms of trade creation and trade diversion. Trade creation occurs when some domestic production in a nation that is a member of the customs union is replaced by lower cost imports from another member nation. എന്നുവെച്ചാൽ അതിനർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മുടെ ഈ ഒരു ഇക്കണോമിക് യൂണിയനകത്ത് നമ്മളിപ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയും നമ്മളാരായിരുന്നു? ഇന്ത്യയും ചൈനയും അമേരിക്കയുമായിട്ട് നമ്മൾ ട്രേഡ് നടത്താൻ വേണ്ടി നമ്മൾ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉണ്ടാക്കിയില്ല, നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച്. അപ്പോൾ ഇവർ തമ്മിൽ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, അമേരിക്കയിൽ നിന്നും ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട് ഞാൻ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഓഫ് കോഴ്സ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് സാധനങ്ങൾ. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയോ? ഭയങ്കര ഹൈ റേറ്റ് ഓഫ് പ്രൈസസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഈ സമയത്താണ് നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? പാകിസ്ഥാനിൽ നിന്ന് ഈ സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാളും വളരെ കുറച്ചേ ഉള്ളൂ, കാരണം അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ ഈ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഫലം, കസ്റ്റംസ് യൂണിയൻ ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവാം? ദർ ഈസ് എ ഷിഫ്റ്റ് ഫ്രം the high cost member country to import from a low cost non member country. മെമ്പർ കൺട്രി എന്ന് വിചാരിച്ചിട്ട് ഹൈ കോസ്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം നോൺ മെമ്പർ കൺട്രി ആയിട്ടുള്ള ഒരു ലോ കോസ്റ്റ് കൺട്രിയിൽ നിന്ന് അവന് ഇമ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ പേരെന്താണ്? ട്രേഡ് ക്രിയേഷൻ. ദിസ് ഇസ് നോൺ ആസ് ട്രേഡ് ക്രിയേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഇത് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം? താഴെ ഒരു പിക്ചറുണ്ട്, നോക്കിക്കോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ തിയറി ഓഫ് ട്രേഡ് ക്രിയേഷൻ. നിങ്ങളുടെ നോട്ട്സ് ഒന്നും എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പിക്ചർ നോക്കാം. ഹിയർ ദർ ആർ 3 nations. ഇവിടെ 3 രാജ്യങ്ങളാണ് നമുക്കുള്ളത്. നേഷൻ 1, നേഷൻ 2 ആൻഡ് നേഷൻ 3. ഓക്കെ, നേഷൻ 1ലെ പ്രൈസ് എന്ന് പറയുന്നത് $1 ആണ് ഒരു പ്രോഡക്റ്റിന്. ഓക്കെ, നേഷൻ 3ലെ പ്രൈസ് എന്ന് പറയുന്നത് $1.5 ആണ്. ഈ പിക്ചറിൽ കാണുന്നത് ആരാന്നറിയോ? നേഷൻ 2 ആണ് പിക്ചറിൽ കാണുന്നത്. ഇത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഹിയർ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഓഫ് കമോഡിറ്റീസ് ഇൻ നേഷൻ 2. വൈ ആക്സിസ് റെപ്രസെൻറ്റ്സ് ദ ലെവൽ ഓഫ് പ്രൈസസ്. ഓക്കെ, ഹിയർ DX and SX are the demand and supply of the commodity X in nation 2. Okay, and S1 is the supply curve, perfectly elastic supply curve of nation 1. S1 plus T is the perfectly elastic supply curve of nation 3. Okay, here the analysis begins with the equilibrium of nation 2. Okay, സോ യഥാർത്ഥത്തിൽ എന്താണ്? നിങ്ങളതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇത് മാത്രം ശ്രദ്ധിക്കുക, സിമ്പിളായിട്ട് പറയാം. നേഷൻ 2 ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ 30 units of commodity is produced in that nation with DX and SX are equal. Okay, ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു മിനിറ്റ്, നമ്മൾ പറഞ്ഞു S1 എന്ന് പറയുന്നത് N1ൻ്റെ ഫ്രീ ട്രേഡ് സപ്ലൈ കർവാണ്. N1ൽ എന്താണ്? ഫ്രീ ട്രേഡാണ് സംഭവിക്കുന്നത്. ഇനി S1 + T എന്ന് പറയുന്നത് എന്താണ്? N3യുടെ 100% ടാക്സ് ഉള്ള സപ്ലൈ കർവാണ്. ദാറ്റ് ഈസ് S1 + T എന്ന് പറയുന്നത് ടാക്സ് ഉള്ള സപ്ലൈ കർവാണ്.
അപ്പോൾ ഇവിടെ നമ്മുടെ ഇഷ്യൂ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്താണ്, N2 എന്ത് ചെയ്യും, N2 ട്രേഡ് നടത്താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, N2 ട്രേഡ് നടത്താനായിട്ട് എന്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ N2 എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, N2 will import the commodities from nation 1 because N1 is a free trade area. I mean free trade ആയിട്ടുള്ള ട്രേഡ് നടക്കുന്നതാണ് N2ൽ, അതായത് N1ൽ, ആൻഡ് ദ ലെവൽ ഓഫ് പ്രൈസ് ഈസ് അറ്റ് $1. അപ്പോൾ എന്നിൽ $1 ആണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ $1 പ്രൈസുള്ള കമ്മോഡിറ്റി എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി എവിടെ നിന്ന് മേടിച്ചു? N1ൽ നിന്ന് മേടിച്ചു. ആര്? N2 മേടിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ N2 ഇത് മേടിക്കുമ്പോൾ N2നെ സംബന്ധിച്ചിടത്തോളം N1ലേക്ക് പോകുമ്പോൾ ഒരു സാധനം ഇങ്ങോട്ടേക്ക് ഇറക്കുമ്പോൾ അവരുടെ രാജ്യത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ബാരിയർ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു ടാക്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ടാക്സ് ഉൾപ്പെടെ ഒരു 100% അഡ്വലോറം ടാക്സ് അവിടെ ഉണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? 100% അഡ്വലോറം ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ $1 എന്ന് പറയുന്നത് എത്രയായിട്ടാണ് കിട്ടുക N2ന്? $2 എക്സ് എന്ന കമ്മോഡിറ്റി കിട്ടും. എവിടെ നിന്നും? N1ൽ നിന്നും കിട്ടും. ആർക്ക്? N2ന് കിട്ടും. എന്തുകൊണ്ടാണ് N2 N3ൽ നിന്ന് മേടിക്കാതിരുന്നത്? N3ൽ ഓൾറെഡി എത്രയാ? $2 ആണ് ഈ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിക്ക്. ഓൾറെഡി അവിടെ ടാക്സ്ഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ എങ്കിലും അവർ മേടിക്കുമ്പോഴത്തേനും $4 മാറും. ആ ലാഭം എന്താണ്? N1ൽ നിന്ന് മേടിക്കുന്നതാണ് ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓക്കെ, അയ്യോ ഇവിടെ ഒരു തർക്കമുണ്ട്. മീൻ ഇവിടെ ഒരു കറക്ഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 അല്ല, സോറി, N2 നമ്മൾ ആദ്യം പറഞ്ഞത് എത്രയാണ്? N3ൽ N3ൽ എത്രയാ? $1.5 ആണ്. ശരിയാ, $1.5 ആണ്. ഇവിടെ $1.5 100% ടാക്സ് വരുമ്പോഴത്തേനും എത്രയായിട്ട് മേടിക്കേണ്ടി വരും? $3 ആയിട്ട് മേടിക്കേണ്ടി വരും എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി. അപ്പോൾ അതിനെക്കാട്ടിലും ലാഭം എന്താണ്? $2 ആയിട്ട് N1ൽ നിന്ന് മേടിക്കുകയാണ്, 100% ടാക്സിൽ മേടിക്കുകയാണ് ഈ N2നെ സംബന്ധിച്ചിടത്തോളം ലാഭകരം. ഇങ്ങനെ മേടിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? അറ്റ് ദ പ്രൈസ് ഓഫ് $2, വാട്ട് ഈസ് കൺസംഷൻ ഏരിയ ഓഫ് N2? N2 എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൺസംഷൻ എത്രയായിരിക്കും? 50 യൂണിറ്റ് ആയിരിക്കും. എങ്ങനെയത് കണ്ടുപിടിക്കുക? പറഞ്ഞുതരാം. അതായത് at $2 N2 consumes 50x. Why? Because the demand for the commodity is dx. അപ്പോൾ ഡിമാൻഡ് എത്രയാണോ ഡിമാൻഡിനകത്ത് വരുന്നതാണ് ഇത് നമ്മുടെ കൺസംഷൻ ഏരിയ എന്ന് പറയുന്നത്. സോ ഓൾറെഡി അവരുടെ കൺസംഷൻ ശരിക്കും നേരത്തെ എത്രയായിരുന്നു കൺസംഷൻ എന്ന് പറയുന്നത്? ഹിയർ വിത്ത് 20x, ദാറ്റ് ഈസ് GJ എന്ന് പറയുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഈ G മുതൽ J എന്ന് പറയുന്ന ഈ ഏരിയ ആയിരുന്നു ആരുടെ? N2ൻ്റെ ആദ്യത്തെ കൺസംഷൻ. ഓക്കെ, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോൾ 30 വരും. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ കൺസംഷൻ എത്രയാണ്? സപ്ലൈ, അവർക്ക് എത്ര സപ്ലൈ ഉണ്ടായിരുന്നുള്ളൂ, ഇതല്ല ഒരു സപ്ലൈ കർവ്. യഥാർത്ഥത്തിൽ അവരുടെ സപ്ലൈ കർവ് എത്രയായിരുന്നു? ഇത്രയേ ഉള്ളൂ അല്ലേ. അതായത് 20 യൂണിറ്റായിരുന്നു അവർ ഓൾറെഡി അവരുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ കൺസ്യൂം ചെയ്യുന്നത് എത്രയാണ്? നമ്മൾ പറഞ്ഞു 20ൽ നിന്നും 50 ആയിട്ട് മാറി, GJയിൽ നിന്നും JHലേക്ക് മാറി. ഓക്കെ, എങ്കിൽ എത്രയാണ് അവരുടെ ചേഞ്ച് എന്ന് പറയുന്നത്? 30 എന്ന് പറയുന്നതാണ് അവരുടെ ചേഞ്ച്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 20x എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും ബാക്കി വരുന്ന 30x എന്ന് പറയുന്നത് N1ൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുക, അതായത് JH എന്ന് പറയുന്ന പോർഷൻസ് അവർക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാണ്. എങ്കിൽ വാട്ട് വിൽ ബി ദ ടാരിഫായിട്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ 100% ടാക്സിലാണ് കിട്ടുന്നത്. എങ്കിൽ അവരുടെ സർക്കാരിൻ്റെ റവന്യൂ എത്രയെന്നറിയോ? ഇത്രയും പോർഷനെയാണ് നമ്മളെന്ത് പറയുക സർക്കാരിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. അതെത്രയായിരിക്കും? നമ്മളീ പറഞ്ഞ MJHN അല്ലേ. ദിസ് ഈസ് ദ ടാരിഫ് റവന്യൂ ഓഫ് N2. N2ൻ്റെ ടാരിഫ് റവന്യൂ ആണ്. ഇതെങ്ങനെ സംഭവിച്ചത്? N1നോട് ട്രേഡ് നടത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ബിക്കോസ് N1ലൊരു ഫ്രീ ട്രേഡ് സപ്ലൈ കർവായിരുന്നു. ഇനി S1 Tയിലാണ് ട്രേഡ് നടത്തിയെന്നുണ്ടെങ്കിലോ അവർക്ക് ട്രേഡ് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, സപ്ലൈ. ഇനി സപ്പോസ് നൗ ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ അവർ N2ന് ട്രേഡ് നടത്തുകയാണെങ്കിൽ ഇവർക്ക് എന്താണ് നമ്മൾ പറഞ്ഞു, ഇവർക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, so in this situation the customs union formed by N2, that is nation 2,
വിത്ത് ദ നേഷൻ വൺ ഓൺലി, അല്ലേ? അതായത് നേഷൻ വണ്ണിൽ ഈ പറഞ്ഞ പോലെ ഫ്രീ ട്രേഡ് ആകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ N2 എന്ന് പറയുന്നത് എന്താണ് കസ്റ്റംസ് യൂണിയൻ ഉണ്ടാക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞ പോലെ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്, ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് ആരുമായിട്ടാണ്? N1 എഗ്രിമെൻ്റ് ഉണ്ടാക്കും. ആ എഗ്രിമെൻ്റ് ഏതിലായിരിക്കും? അറ്റ് പി ഓഫ് ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അറ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു $1 in N2. ഓക്കെ, അറ്റ് ദിസ് പ്രൈസ്. അപ്പോൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ ഉള്ള എല്ലാ ട്രേഡ് ബാരിയേഴ്സും റിമൂവ് ചെയ്യാമെന്നാണല്ലേ കസ്റ്റംസ് യൂണിയൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ എന്താ പഠിച്ചത്? കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത് വി ഹാവ് ടു റിമൂവ് ഓൾ ട്രേഡ് ബാരിയേഴ്സ് വിത്ത് എഗ്രീൻ ഓർ മ്യൂച്വൽ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളും തമ്മിൽ നമ്മുടെ ഈ ഓൾ ദ ബാരിയേഴ്സ് വിൽ ബി റിമൂവ്ഡ് and will introduce a new pattern of trade, or can be introduce a new form of new situations which is favorable for these two nations. Okay, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ at the price of $1 N2 consumes, N2 എത്ര കൺസ്യൂം ചെയ്യും? 70 യൂണിറ്റ് ഓഫ് എക്സ്. 70 യൂണിറ്റ് ഓഫ് എക്സ്. 70 യൂണിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാ ഇവിടെ കണ്ടോ, അതായത് S1 ഇതിലല്ലേ, അതായത് ഫ്രീ ട്രേഡിലല്ലേ ചെയ്യുന്നത്. സോ ഇവിടെ മുതൽ എ മുതൽ ബി വരെ എന്ത് ചെയ്യുന്നു? എ മുതൽ ബി വരെയും N2 കൺസ്യൂം ചെയ്യാൻ പറ്റും. അതിനർത്ഥം എന്താണ്? ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, കസ്റ്റംസ് യൂണിയൻ ഉണ്ടാക്കി അവർ ട്രേഡ് നടത്തുമ്പോൾ ഈ രാജ്യത്തിൻ്റെ കൺസംഷൻ കൂടുന്നു. ഓക്കെ, അതിൽ യഥാർത്ഥത്തിൽ അവർ ഈ ബി എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ ഈ കസ്റ്റംസ് യൂണിയൻ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ബി എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ ആ രാജ്യം ഡൊമസ്റ്റിക് ആയിട്ട് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര യൂണിറ്റ് ഓഫ് എക്സ് ആണ്? 10 യൂണിറ്റ് ഓഫ് എക്സ് അവർ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 10 യൂണിറ്റ് ഓഫ് എക്സ് കണ്ടോ എത്രയാണ്? A to C എന്ന് പറയുന്ന യൂണിറ്റ് അവർ ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി എത്ര യൂണിറ്റ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്? നോക്കിക്കേ, 60 യൂണിറ്റ് ഓഫ് എക്സ് അവർ ഇവിടെ, കാരണം 10ഉം ഇവിടെ 70 അല്ലേ, 60 യൂണിറ്റ് ഓഫ് എക്സ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നും? നേഷൻ വണ്ണിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് കസ്റ്റംസ് യൂണിയൻ? ഇഫക്റ്റ് ഓഫ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത് ഏത് പോർഷനാണ്? A, G, H ആൻഡ് B. ക്ലിയർ? ഓക്കെ, ഇനി നഷ്ടപ്പെടുന്നത്, ഇത് റെൻ്റായിട്ട് അവർക്ക് നഷ്ടപ്പെടുന്നത്, ടാരിഫ് നഷ്ടപ്പെട്ട ഭാഗം ഏതായിരിക്കും? പ്രൊഡ്യൂസർ സർപ്ലസ് ആയിട്ട് നഷ്ടപ്പെട്ട ഭാഗം എങ്ങനെയാണ് അറിയാം? AGJC അല്ലേ? ഓക്കെ, AGJC എന്ന് പറയുന്ന പോർഷനാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ സർപ്ലസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിഡ്യൂസ്ഡ് ഇൻ റെൻറ്റ്. ഇനി പക്ഷേ ഇതേ സമയം ഇത് നഷ്ടപ്പെട്ടെങ്കിലും ഇത് കുറഞ്ഞെങ്കിലും അറ്റ് ദ സെയിം ടൈം ഏതാണ് ലോസ് ഓഫ് ടാരിഫ് എന്ന് പറയുന്നത്? എത്രയാണ്? MJHN. അത് നേരത്തെ നമുക്ക് കിട്ടിയ അതേ പോർഷൻ ഉണ്ടാവും. ഇത്രയും പോർഷൻ അവർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. അതവരുടെ ലോസ് ഓഫ് ടാരിഫ് റവന്യൂ ആയിരിക്കും. സോ ദിസ് ലീഡ്സ് ടു ദ സം ഓഫ് ദ ഏരിയ ഷെയ്ഡഡ് ദ ട്രയാങ്കിൾ. അതായത് ഇവിടെ CJMഉം ഇവിടെ NHBയും ഷെയ്ഡഡ് ട്രയാങ്കിൾ CJMഉം BHNഉം, അല്ലെങ്കിൽ നമ്മുടെ നോട്ടിൽ BHN എന്നായിരിക്കും ഉണ്ടായിരിക്കാം. അതായത് $15 വരുമ്പോൾ ഇസ് ദ നെറ്റ് സ്റ്റാറ്റിക് വെൽഫെയർ ഗെയിൻ ഫോർ N2. സ്റ്റാറ്റിക് ആയിട്ടുള്ള വെൽഫെയർ ഗെയിൻ ആണ് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻ. ഇതിൻ്റെ സെയിം മീനിങ്ങും സെയിം എക്സ്പ്ലനേഷൻസുമാണ് ട്രേഡ് ഡൈവേർഷൻ എന്ന് പറഞ്ഞാലും. ഓക്കെ, താഴേക്ക് വരാം. ട്രേഡ് ഡൈവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് ഡൈവേർഷൻ ഒക്കേഴ്സ് വെൻ ലോവസ്റ്റ് കോസ്റ്റ് ഇമ്പോർട്ട്സ് ഫ്രം ഔട്ട്സൈഡ് ദ കസ്റ്റംസ് യൂണിയൻ. അതായത് ട്രേഡ് എന്താണ് ക്രിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്സൈഡ് കസ്റ്റംസ് യൂണിയൻസിൽ നിന്ന് ഇല്ലാത്ത ഒരു രാജ്യത്തിൽ നിന്ന് അവിടെ കുറവായതുകൊണ്ട്, വില കുറവായതുകൊണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. പകരം നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഹയർ കോസ്റ്റ് ഇമ്പോർട്ട്സ് ഫ്രം എ യൂണിയൻ മെമ്പർ. കസ്റ്റംസ് യൂണിയനകത്തുള്ള ഒരു മെമ്പർ കൺട്രിയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. അതെന്ന് വെച്ചാൽ ഇനി സപ്പോസ് വില കൂടിക്കോട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റംസ് യൂണിയൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ട്രേഡ് ഡൈവേർട്ട് ചെയ്ത് പോകും. കാരണം കുറേ കാലം കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്കത് റിവീൽ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ട്രേഡ് ക്രിയേഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ സെയിം സിറ്റുവേഷനാണ് നമുക്കിവിടെ
എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷനാണ്. N1 എന്ന് പറയുന്നത് S1 $1 N2 എന്ന് പറയുന്നത് 1.5, ദാറ്റ് ഈസ് S2 സോറി N3 എന്ന് പറയുന്നത് S3 1.5 ആണ്, N2 2 ആണ്. എങ്കിൽ എങ്ങനെയാണ് ട്രേഡ് നടത്തേണ്ടത് എന്നാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, സോ ദ ഇഫക്റ്റ് ഓഫ് ട്രേഡ് ഡൈവേർട്ടിംഗ് കസ്റ്റംസ് യൂണിയൻ ആർ ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദിസ് ഫോളോയിങ് ഫിഗർ. ഇൻ ദിസ് ഫിഗർ DX ആൻഡ് SX, നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം സിറ്റുവേഷൻ, DX ഉം XS എന്ന് പറയുന്നത് ഡിമാൻഡ് കർവും സപ്ലൈ കർവാണ്. ആരുടെയൊക്കെ? നേഷൻ 2ൻ്റെ. ദെൻ S1 ആൻഡ് S3, അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള S1 ആൻഡ് S3 എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ഓഫ് നേഷൻ 1 ആൻഡ് നേഷൻ 3 ആണ്. With a non-discriminatory 100% tariff on imports of commodity X, Nation 2 imports commodity X from Nation 1 at the price of $2 along the S1 plus T. At Px equal to $2, Nation 2 consumes 50X, that is GH, with 20X GJ produced domestically and 30X JH imported from Nation 1. Nation 2 also collects $30, that is JMNH in tariff revenue. ഇനി ഇഫ് നേഷൻ 2 ആണ് കസ്റ്റംസ് യൂണിയൻ ഫോം ചെയ്യുന്നതെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേഗം മനസ്സിലാവും, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. സോ N3 ഓൺലി ഫൈൻഡ്സ് ഇറ്റ് ചീപ്പർ ടു ഇമ്പോർട്ട് കമോഡിറ്റി X ഫ്രം N3 at Px equal to 1.5. At Px equal to 1.5, Nation 2 consumes 60X, with 15X is produced domestically, 45X is imported from Nation 3. In this case, Nation 2 collects no tariff revenue. The imports of commodity X into Nation 2 have now been diverted from more efficient producers in Nation 1 to the less efficient producers in N3. അത് നേരത്തെ N2 മേടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ N2 N3 മേടിക്കുന്നതിന് പകരം N1 ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ട്രേഡ് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. സെയിം എക്സ്പ്ലനേഷൻസ് ആണ്, അതുകൊണ്ട് ഞാൻ അധികം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ദ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ്. തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് എന്ന് വെച്ചാൽ, അതായത് തിയറിയൊക്കെ വിടാം, സെക്കൻഡ് ബെസ്റ്റ് നമ്മളെപ്പോഴും പറയില്ലേ, ഏറ്റവും ബെസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതാ, നീ അത് ഓപ്റ്റ് ചെയ്തോളൂ. ദെൻ ദ സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ കഴിഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ തരുവാണെങ്കിൽ നിൻ്റെ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റൊക്കെ പറയാറുണ്ട് അല്ലേ. അത് നമുക്ക് ഫെമിലിയർ ആണ് ആ വാക്ക് എന്ന് പറയുന്നത്, സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലോ നമ്മളൊരു പർച്ചേസിങ്ങിലോ വാട്ടെവർ നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും അതിനകത്ത് നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്, ദ ഫസ്റ്റ് ബെസ്റ്റ് എന്ന് എടുക്കണം എന്നുള്ളതായിരിക്കും. ക്ലിയർ? പക്ഷേ ഈ ഒരു തിയറി പ്രകാരം നമുക്കൊരു പക്ഷേ ഫസ്റ്റ് ബെസ്റ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, പക്ഷേ പല സിറ്റുവേഷനിലും നമുക്ക് കിട്ടാവുന്ന ഒരു പക്ഷേ എന്തായിരിക്കും, സെക്കൻഡ് ബെസ്റ്റ് ആയിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. അതിനൊരു തിയറി ഉണ്ട്. എന്താണ് ദ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ്? The theory of customs union is a special case of the theory of the second best. This postulates that when all conditions are required to reach maximum social welfare or Pareto optimum cannot be satisfied, trying to satisfy as many of these conditions as possible does not necessarily or usually lead to the second best welfare position. The conditions under which the formation of a customs union is more likely to lead to the trade creation and increased welfare are well known theoretically. From its somewhat vague beginning in the work of Weiner, the theory of the second best was then fully developed by Mead in 1955 and generalized by Lipsey and Harvey Lancaster in 1956. എന്ന് വെച്ചാൽ അത് നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചതാണ് ദ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് ഓപ്റ്റിമം സിറ്റുവേഷൻ കിട്ടാതെ, അതായത് ഏറ്റവും ബെസ്റ്റ് സിറ്റുവേഷന് പകരം ഒരു സെക്കൻഡ് ബെസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നു. അതായത് വെൽഫെയർ കണ്ടീഷൻസ്, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വെൽഫെയർ ഏറ്റവും ഹൈ ആവാനായിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 3 കണ്ടീഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താലേ ഉള്ളൂ നമ്മളൊരു ഏറ്റവും മാക്സിമം ബെസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷെ അതിന് പകരം ഒരു സെക്കൻഡ് ബെസ്റ്റിലേക്ക് എത്തുന്നത് എന്താണ്, ദാറ്റ് ഈസ് മാക്സിമം സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ പാരറ്റോ ഓപ്റ്റിമം എന്ന് പറയുന്നത് ദ ഓപ്റ്റിമം സിറ്റുവേഷൻ വിൽ നോട്ട് ബി ഹാപ്പൻഡ്. ഇൻസ്റ്റെഡ് ദ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ് വിൽ ഹാപ്പൻ. ഇത് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ജാക്കബ് വൈനറാണ് ആദ്യം കൊണ്ടുവന്ന്, പിന്നീട് അത് കുറച്ചും കൂടി ആഡ് ചെയ്ത് മീഡും ഒരു ലിപ്സയും ഹാർവി ലെങ്കാസ്റ്ററും കൂടിയിട്ട് ഡെവലപ്പ് ചെയ്തു. എന്താണ് ദ കണ്ടീഷൻസ് ഫോർ ഇൻക്രീസ് വെൽഫെയർ? അതായത്
നമ്മൾ നേരത്തെ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടു അല്ലേ, തിയറി ഓഫ് ട്രേഡ് ക്രിയേഷൻ ആണെങ്കിലും തിയറി ഓഫ് ട്രേഡ് ഡൈവേർഷൻ ആണെങ്കിലും അവസാനം എൻഡ് ചെയ്യുന്നത് എന്തിലായിരുന്നു? വെൽഫെയർ ഇൻക്രീസ് ചെയ്തിട്ടുള്ള, അതായത് വെൽഫെയർ ഗെയിൻ നേഷൻ ടുവിൻ്റെ വെൽഫെയർ ഗെയിൻ എത്രയാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലെവൽ ഓഫ് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ട്രേഡ് നടത്തുമ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇക്കണോമിക് ഗ്രോത്തും പോസിബിൾ ആവണമെങ്കിൽ അവിടെ വെൽഫെയറും പോസിബിൾ ആയേ പറ്റും. അതാണ് ഈ കണ്ടീഷൻ ടു ഇത് മോർ ലൈക്ലി ടു ലീഡ് ടു ഇൻക്രീസ് വെൽഫെയർ എന്ന് പറയുന്നത്. കസ്റ്റംസ് യൂണിയൻ്റെ ഫലമായിട്ട് നമുക്ക് വെൽഫെയർ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഓക്കെ, what are the conditions? The first condition is the higher are the pre-union trade barriers of member countries. There is then a great probability that formation of the customs union will create trade among union members rather than divert trade from non-members to members. ട്രേഡിൻ്റെ ഫലമായിട്ട് മെമ്പർ കൺട്രിയിൽ നിന്ന് നോൺ മെമ്പർ കൺട്രിയിലേക്ക് പോകുമ്പോൾ അതിനൊരു നല്ലൊരു വെൽഫെയർ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. പക്ഷെ അതിന് പകരം ഈ മെമ്പർ കൺട്രീനകത്ത് നിന്നുകൊണ്ട് തന്നെ വെൽഫെയർ സാധ്യമാക്കുക, മാക്സിമത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. The second one, the lower are the customs unions barriers on trade with the rest of the world. ലോകത്തെ മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് നോക്കുന്നതിനേക്കാൾ കസ്റ്റംസ് യൂണിയൻ അകത്തുള്ള ബാരിയേഴ്സ് നമ്മൾ ലോവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വെൽഫെയറിലേക്ക് എത്താനായിട്ട് സാധിക്കും. Then the greater is the number of countries forming the customs union and the larger their size. അത് ശരി തന്നെയാണല്ലോ. കസ്റ്റംസ് യൂണിയനിൽ ഇപ്പോൾ നമ്മളിത് പറഞ്ഞ പോലെ 3 രാജ്യം 4 രാജ്യം ആക്കണേക്കാട്ടിൽ പകരം ഒത്തിരി രാജ്യങ്ങൾ അതിനകത്ത് വരുന്നതോടും കസ്റ്റംസ് യൂണിയൻ്റെ സൈസ് എന്നത് വളരെ ലാർജറായിരുന്നു. ഈ ലാർജറായിട്ടുള്ള പ്രത്യേകത എന്താണ്? ദർ എ ഗ്രേറ്റർ പ്രോബബിലിറ്റി ദാറ്റ് ലോ കോസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഫാൾ വിത്തിൻ ദ യൂണിയൻ. അതായത് ഇപ്പോൾ നമ്മളുടെ എക്സാമ്പിളിൽ ഇന്ത്യയും ചൈനയും അമേരിക്കയും ആണെങ്കിൽ അതിനപ്പുറത്ത് വേറെ ഒത്തിരി രാജ്യങ്ങളുണ്ടെങ്കിൽ ചില പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലോ കോസ്റ്റ് ആണെങ്കിൽ മറ്റു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മറ്റൊരു രാജ്യം ലോ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും? മെമ്പർ രാജ്യത്ത് തന്നെ നമുക്ക് ലോ കോസ്റ്റിൽ സാധനങ്ങൾ മേടിക്കാനും വിൽക്കാനും സാധ്യമാകും. The more competitive rather than complementary are the economies of member nations. There are then greater opportunities for specialization in production and trade creation with the formation of the customs union. Thus, the customs union is more likely to increase welfare if formed by two competitive industrial nations rather than by an industrial nation and an agricultural or complementary nations. Then the closer geographically are the members of the customs union, then transportation cost represents a less of an obstacle to trade creation among members. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ദ ഗ്രേറ്റർ ഇസ് ദ പ്രീ യൂണിയൻ ട്രേഡ്. അതായത് യൂണിയൻ കസ്റ്റംസ് ഉണ്ടാക്കണേക്കാട്ടിലും മുൻപുള്ള ട്രേഡ് ഗ്രേറ്റർ ആണെങ്കിൽ the economic relations among potential members of the customs union. This leads to greater opportunities for significant welfare gains as a result of the formation of the customs union. Then the static welfare effect of customs union. സ്റ്റാറ്റിക് വെൽഫെയർ ഓഫ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അത് ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്നതാണ്. അതായത് ഷോർട്ട് ടേം ഫിനോമിനണിൽ ട്രേഡിലൂടെ ഉണ്ടായതാണ് സ്റ്റാറ്റിക് വെൽഫെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അനലൈസ് ചെയ്യുന്നത് ട്രേഡ് ഇപ്പം ട്രേഡ് ക്രിയേഷൻ സാധ്യമാകുന്നതാണെങ്കിലും ട്രേഡ് ഡൈവേർഷൻ ആണെങ്കിലും സ്റ്റാറ്റിക് എന്ന് പറയുന്നതൊരു ഷോർട്ട് ടേം പീരീഡിനകത്ത് സംഭവിക്കുന്നതാണ്. അതായത് there are other static welfare effects resulting from the formation of customs union. ഇപ്പം one is administrative saving from elimination. അതങ്ങനെ ഒരു പോയിന്റ് ഇട്ടിട്ട് നോക്കിയാൽ മതി. So one is the administration savings from the elimination of customs officers, border patrols and so on for trade among member nations. This benefits arises whether the customs union is traded creating or trade diverting. രണ്ടാമത്തത് എ ട്രേഡ് ഡൈവേർട്ടിംഗ് കസ്റ്റംസ് യൂണിയൻ ബൈ റെഡ്യൂസിംഗ് ഇറ്റ്സ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ് ഫ്രം ഇറ്റ്സ് സപ്ലൈ ഓഫ് എക്സ്പോർട്സ് ടു ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഈസ് ലൈക്ലി ടു ലീഡ് ടു ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ കളക്റ്റീവ് ടേംസ് ഓഫ് ട്രേഡ്. അത്രയൊന്നും നമ്മൾ പോകണ്ട, എങ്ങനെ പറഞ്ഞാൽ മതി. ഫസ്റ്റ് സിറ്റുവേഷൻ സ്റ്റാറ്റിക് ഇഫക്റ്റിലെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് എലിമിനേഷൻ ഓഫ് കസ്റ്റംസ് ഓഫീസേഴ്സ്, അതായത് ഒത്തിരി ബാരിയേഴ്സ് ട്രേഡ് ബാരിയേഴ്സ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് reducing demand for its import and supply of export rest of the world is likely to lead to improvement in the collective terms of trade of the customs union. അതായത് ചീപ്പറായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കസ്റ്റംസ് ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡ് ബാരിയേഴ്സ് എലിമിനേറ്റ് ചെയ്യുന്നു. ട്രേഡ് ബാരിയേഴ്സ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്കറിയാം അല്ലേ, ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ടേംസ് ഓഫ് ട്രേഡ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടു ടേംസ് ഓഫ് ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? ദ ടേംസ് അറ്റ് വിച്ച് ദ ട്രേഡ് ക്യാൻ ബി ടേക്ക് പ്ലേസ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുന്ന അതിനെയാണ് നമ്മൾ ടേംസ് ഓഫ് ട്രേഡ്. എന്ത് അടിസ്ഥാനത്തിലാണ് പ്രൈസ് ഓഫ് എക്സ് ടു പ്രൈസ് ഓഫ് എം
ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതാണ് ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ആ ടേംസ് ഓഫ് ട്രേഡിൽ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നു. അപ്പം സ്റ്റാറ്റിക് ഇഫക്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വൺ, any customs union by acting as a single unit in international trade negotiations is likely to have much more bargaining power than all of the members separately. ഇത്രയും മതി. അത് 3 സിറ്റുവേഷൻസ് നിങ്ങൾ നോക്കി വയ്ക്കുക. ഒന്നെന്ന് പറയുന്നത് barriers to remove the barriers. What are the other static effect of customs union? Static effect എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രേഡ് ക്രിയേഷൻ, ട്രേഡ് ഡൈവേർഷൻ ആയിരിക്കും. ഇനി അതർ സ്റ്റാറ്റിക് ഇഫക്റ്റിൽ അപ്പോൾ എന്തെല്ലാം വരുന്നു? ഒന്ന് ടു റിമൂവ് trade barriers between the nations. രണ്ടാമത്തെ to improve our terms of trade between the two nations. And the last one it will increase more bargaining power than all other member countries. Okay. Then the dynamic effects of customs union. Customs union's dynamic effects എന്തെല്ലാമാണ്? The first dynamic effect of customs union is to increase the competition. Competition increase ചെയ്യുന്നു. The second one, it will increase the economies of scale. Economies of scale എന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ പ്രോഡക്റ്റ് എല്ലാം അവിടെ നിന്ന് മേടിക്കുമ്പോൾ ലോ കോസ്റ്റിൽ മേടിക്കുമ്പോഴത്തേനും നമ്മുടെ ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്നു. ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ രാജ്യത്ത് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു. ഒത്തിരി അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തൊരു സാധനം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടുമ്പോൾ അവർ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള വഴികൾ തിരഞ്ഞു പോകും. ആ ലാഭം ഉണ്ടാക്കാനുള്ള വഴി സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓരോ ഘട്ടമായിട്ട് അവർ സ്പെഷ്യലൈസേഷൻ നേടുന്നു. ഈ സ്പെഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ലാർജർ വൈഡൻ ഫോമിൽ അവർക്ക് പ്രൊഡക്ഷൻ സാധ്യമാകുന്നു. ആ പ്രൊഡക്ഷനിൽ വരുന്നതാണിത് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ, ഇൻക്രീസ് കോമ്പറ്റീഷൻ. നെക്സ്റ്റ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് സ്റ്റിമുലസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാനുള്ളൊരു സ്റ്റിമുലസ് കൊടുക്കുന്നു. സോ ദീസ് ആർ 3 ആസ്പെക്ട്സ് ഫോർ other dynamic effect of customs union. ഇനി നമുക്ക് ഈ കസ്റ്റംസ് യൂണിയൻ്റെ അല്ലെങ്കിൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ പല ഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ. നമ്മളിതിനെ ചുരുക്കിയിട്ട് സാഫ്ത എന്ന് പറയും. എന്താണ് സാഫ്ത? The South Asian Free Trade Area was signed in 2004 and came into effect on January 1st, 2006. The members of SAARC എന്താണ്? South Asian Association for Regional Cooperation. He signed the agreement in order to promote and sustain manual trade and economic cooperation within the region. Safta requires the developing countries in South Asia, that is India, Pakistan and Sri Lanka, to bring their duties down to 20% in the first phase of the 2-year period ending in 2007, while the least developing countries, എന്ന് പറയുന്നു, consisting of Nepal, Bhutan, Bangladesh, Afghanistan and Maldives, had an additional 3 years to reduce tariff. അത് ഇത്രയും അറിഞ്ഞാൽ മതി. സാഫ്ത എന്ന് പറയുന്നത് ദ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ ആണ്. 2004 സൈൻ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഫലമായിട്ട് ജാനുവരി 1st, 2006 അത് ഇഫക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി എന്താണ്, വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സാഫ്ത? സാഫ്തയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. Reciprocity and mutuality of advantages in order to benefit equally by considering the levels of economic trade, industrial development and trade and tariff system. The negotiation of tariff reforms which will be implemented in successive stages throughout the period of reviews. Then the recognition of the special needs of the least developed countries and agreement concentrate preferential measures in their favor. Then the inclusion of all products, manufacturers and commodities in their forms. And the purpose of Safta is to encourage and elevate common contract among countries such as medium and long-term contracts, contracts involving trades operated by states, supply and import assurance in respect of specific products, etc. ഇതാണ് എന്താണ് ഇതിങ്ങനെ വായിച്ചു പഠിക്കുക, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സാഫ്ത എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സാഫ്ത?